ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ SCERT എന്ന സീരീസിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഇതിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്ങും കാണാൻ സാധിക്കും. ഇത് 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ്. 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ BR അംബേദ്കർ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് തന്നിരിക്കുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യമായി മാറും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പറഞ്ഞത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സാമിന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നും കൂടി നോക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാം പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ പൗരർക്ക് വേണ്ടി സംരക്ഷിക്കുമെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ പൗരർക്ക് വേണ്ടി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് നമുക്ക് മൗലിക കർത്തവ്യങ്ങളായും രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഭരണഘടനയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അപ്പോൾ നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രത്തോടും സമൂഹത്തോടും എന്ത് കാണും? കർത്തവ്യം കാണും, അല്ലേ? അത് മൗലിക കർത്തവ്യങ്ങളായിട്ടാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ഈ മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നതാണ്. നോക്കി, അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ അവകാശത്തിൻ്റെ ഡെഫിനേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. അവകാശം എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ ഇത്രയുമാണ് അവകാശങ്ങളുടെ ഡെഫിനേഷനായിട്ട് തന്നിരിക്കുന്നത്. എന്താണ്? അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ അവകാശങ്ങൾ എന്നാൽ എന്താണ്? നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് സമൂഹം സ്വീകരിക്കുകയും വേണം, രാഷ്ട്രം എന്ത് ചെയ്യണം? നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കി തരികയും വേണം. ഇതായിരിക്കും അവകാശങ്ങൾ. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുന്നവയാണ് അവകാശങ്ങൾ. ഇനി അടുത്തതായിട്ട് എന്താ പറയുന്നത് നോക്കാം. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വ്യക്തികൾക്കും അവകാശങ്ങൾ ഉണ്ട് എന്ന്
ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ജനാധിപത്യ സംവിധാനങ്ങളാണ് വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി ആര് നടപ്പിലാക്കി കൊടുക്കണം? ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുക്കണം. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമുക്കുള്ള അവകാശങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടിക എന്തിനകത്ത് കാണും? നമ്മുടെ ഭരണഘടനയിൽ കാണും. ഇനി ഈ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ആര് തന്നെ ഉറപ്പാക്കി തരണം? ഗവൺമെൻറ് തന്നെ ഉറപ്പാക്കി തരണം. അപ്പോൾ അവകാശങ്ങൾ എന്താണ്? ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും വേണം, അത് രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് തരികയും വേണം. ഇനി വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് ജനാധിപത്യ രാജ്യം വേണം, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങൾ വേണം എന്ത് ചെയ്യാൻ? ഉറപ്പാക്കേണ്ടത്. ഇത് നിയമം വഴി നടപ്പിലാക്കി ഗവൺമെൻറ് വേണം ആളുകൾക്ക് കൊടുക്കാനായിട്ട്. ഇനി ഇതിനായിട്ട് എന്ത് കാണും? ഒരു പട്ടിക കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടായിരിക്കും. ഇനി ഈ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നതും എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലും പരിഹാരവും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മനുഷ്യാവകാശങ്ങളുടെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മത, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗ, പദവി തുടങ്ങിയ വിവേചനങ്ങളില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായി ജീവിതം നയിക്കുന്നതിന് ലോകത്തിലെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. എന്താണ് മനുഷ്യാവകാശങ്ങൾ നോക്കാം നമുക്കൊന്നുകൂടി. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തിലെല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ പദവിയുടെയോ വിവേചനങ്ങളൊന്നുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള അവകാശം ലോകത്തിലെല്ലാവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ ജാതി, മത, വംശ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ, പദവി തുടങ്ങിയ വിവേചനങ്ങളൊന്നും ആര് നേരിടാൻ പാടില്ല? മനുഷ്യൻ നേരിടാൻ പാടില്ല. കാരണം മനുഷ്യൻ എന്തുണ്ട്? മനുഷ്യാവകാശങ്ങൾ ഉണ്ട്. അപ്പോൾ അതാണ് മനുഷ്യാവകാശങ്ങളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.